السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മംബഉൽ ഹുദ സുന്നി മദ്രസയുടെ കീഴിൽ നടത്തിയിട്ടുള്ള മീലാദ് ഫിയസ്ത നബിദിന പ്രോഗ്രാമിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ എത്ര പറഞ്ഞാലും എത്ര പാടിയാലും മതിവരില്ലെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അൽഹംദുലില്ലാഹ്, നമുക്കും ഓൺലൈനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മദ്ഹ് കീർത്തന സദസ്സ് സംഘടിപ്പിക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മഹത്വമുള്ള മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. സ്വലാത്തിന്റെ മഹത്വം അതെത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും മതിവരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയുണ്ടായി, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൻ നബി വസല്ലിമു തസ്ലീമാ. ഞാനും എന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഓ സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. അതിൽ നിന്ന് തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയുണ്ടായി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു തരേണ്ട കാര്യമില്ല. 4 മദ്ഹബുകളുടെ ഇമാമുകളിൽപ്പെട്ട ഒരു വലിയ മഹാനാണ്, ഒരു വലിയ പണ്ഡിതനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്, ഒരു മനുഷ്യനെ നല്ല രീതിയിൽ മണവാളനെ പോലെ പൂമാലയൊക്കെ അണിയിച്ച് സ്വർഗത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ ചോദിച്ചു, അല്ലയോ സഹോദര, എന്താണ് നിങ്ങൾക്ക് ഇത്ര മഹത്വം? സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഇങ്ങനെ മാലയണിയിച്ച് കൊണ്ടുപോകാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഞാൻ ദുനിയാവിൽ വെച്ച് ഞാൻ ജീവിച്ച കാലത്ത് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. ആ സ്വലാത്ത് കാരണമായിട്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ, ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ മനുഷ്യൻ സ്വപ്നത്തിലൂടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ സ്വലാത്തിന്റെ മഹത്വം വലിയതാണ്. ഹദീസിൽ കാണാം, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. വല്ല ഒരുത്തനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ മേലിൽ 10 ഗുണം അല്ലാഹു തആല ചെയ്യും. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വ കുതിബ ലഹു ബിഹാ അശറൻ വകുതിബ ലഹു 10 ഹസനാത്ത്. 10 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും, അവന്റെ മേലിൽ രേഖപ്പെടുത്തും എന്ന് കാണാം. അത്രക്ക് വലിയ മഹത്വമുണ്ട് സ്വലാത്തിന്. കഴിഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ല ആളുകളും ദുനിയാവിൽ വെച്ച് എന്റെ മേലിൽ സ്വലാത്തിന് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്വലാത്ത് ഖബറിൽ പ്രകാശമാകും. കഴിഞ്ഞിട്ടില്ല, ഖബറിൽ മാത്രമല്ല, ഖബർ കഴിഞ്ഞാലുള്ള ശേഷമുള്ള ജീവിതത്തിൽ സിറാത്തു പാലത്തിലും ആ സ്വലാത്ത് പ്രകാശമാകും. മാത്രമല്ല, മഹ്ശറയിലും സ്വർഗത്തിലും ഈ സ്വലാത്ത് പ്രകാശമാകും. അത് കാരണമായി അവന് സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഈ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണമായി സ്വർഗത്തിൽ അവന് വലിയ ഭാരമായിരിക്കും. നല്ല രീതിയിൽ കൂലി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീരും എന്ന് കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അത്രക്ക് വലിയ മഹത്വമുള്ള കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. സ്വലാത്ത് ധാരാളം ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി ചൊല്ലി നാവങ്ങ് പച്ചപിടിക്കണം. അതിന് അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഈ ഒരു റബീഉൽ അവ്വൽ നാം പ്രതിജ്ഞ എടുക്കണം. ഈ ദിവസവും ഒരു 1000 സ്വലാത്ത് അല്ലെങ്കിൽ ഒരു 500 സ്വലാത്ത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട്
ഞാൻ ചൊല്ലും എന്ന് പ്രതിജ്ഞ കൊണ്ടാവണം നമ്മുടെ ഈ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയിൽ ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി തങ്ങൾ ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളെല്ലാം നടക്കാനിരിക്കുന്നുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ ബിറല്ലാഹി അമ്മാ ബഅദ്. സമാദരണീയരായ ഉസ്താദുമാരെ, മറ്റ് പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നാം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ 1495-ാമത്തെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മുടെ എഡ്രിക്കോട് മംബഉൽ ഹുദാ സുന്നി മദ്രസ അൽഹംദുലില്ലാഹ് ഏകദേശം 3 വർഷത്തോളമായി നമ്മുടെ ഈ മദ്രസ ഇവിടെ ഉണ്ടായിട്ട്, അന്ന് മുതൽ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മഹാനബിദിന സമ്മേളനം നമ്മുടെ മദ്രസയിൽ വെച്ച് നടത്താറുണ്ട്. ഈ വർഷത്തെ പ്രയാസകരമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ പരിപാടികളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെയൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ധാരാളം വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും കീർത്തനങ്ങളും അവിടുത്തെ പ്രകീർത്തനങ്ങളൊക്കെ ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം വരുമ്പോൾ ആഘോഷിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഇബാദത്തുകൾ പരിപൂർണമായി അള്ളാഹു കാമിലായി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്, അവിടത്തോടുള്ള അതിയായ സ്നേഹം, അത് വർദ്ധിക്കുന്നതിലൂടെയല്ലാതെ ഇബാദത്തിന് പരിഗണനയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ ഒരു സന്ദർഭം ഹദീസുകളിൽ കാണാം. എൻ്റെ നഫ്സിനേക്കാൾ, എൻ്റെ നഫ്സ് ഒഴിച്ച് ബാക്കിയുള്ളതിനേക്കാളൊക്കെ ഞാൻ നബിയെ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നുണ്ട്, തങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, ഇതുകൊണ്ട് മാത്രം നീ വിശ്വാസിയായി മാറുകയില്ല. നിന്റെ നഫ്സിനേക്കാളും നീ ഹബീബായ നബി തങ്ങൾക്കാണ് സ്ഥാനം കൊടുക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് തിരുത്തി കൊടുത്തത് ഹദീസുകളിൽ കാണാം. അപ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബിയെ എന്നേക്കാളും ലോകത്തുള്ള സകലതിനേക്കാളും ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇപ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയായി മാറിയിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിൽ കടന്നിട്ടുണ്ട്. നബി തങ്ങൾ പൂർണ്ണമായി കൊണ്ട് സമ്മതം കൊടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് നിയമനം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ. എന്ന് വേണ്ട, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന 40 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാവ്യക്തിയും കൂടിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഉമർ റളിയല്ലാഹുവിന്റെ അമലുകൾ, അവിടുത്തെ സൽപ്രവർത്തനങ്ങൾ, അവിടുത്തെ നന്മകളൊക്കെ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
വളരെയധികം ഉന്നതിയിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ പോലും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്ത്, ആ മഹബത്തിനിക്കാണ് അവിടെയും അല്ലാഹു തആല സ്ഥാനം കൊടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ബഹുമാനം കൊടുത്തത്. ഞാൻ എൻ്റെ സ്നേഹനിധികളായ പ്രവർത്തകരോട്, ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഹബീബായ നബി തങ്ങൾ ഒരു വിശ്വാസിയിലേക്ക് മാത്രമല്ല, ഒരു അവിശ്വാസിയിലേക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ചരാചര വസ്തുക്കളിലേക്കും അചേതന വസ്തുക്കളിലേക്കും മുഴുവനും അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജന്മദിനം മൗലിദിലൂടെയും ഭക്ഷണം കൊടുത്തുകൊണ്ടും മറ്റ് ഏതെല്ലാം അർത്ഥത്തിൽ അവിടുത്തെ ജന്മദിനത്തിൽ ആഘോഷിക്കാൻ കഴിയുമോ അതൊക്കെയും മുസ്ലിം ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടുകയാണ്. പരിശുദ്ധമായ മദീനയിലും പരിശുദ്ധമായ ഇടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഒരു കാലഘട്ടത്തിൽ പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു അജണ്ട തന്നെ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ റസൂലുള്ളാഹി തങ്ങളെ ജന്മദിനം കൊണ്ടാടുന്നത് ശിർക്കാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നത്. ഇന്ന് സംഗതി സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളും എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ എതിർക്കാൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിന്റെ ആഘോഷത്തിന് എതിർത്ത് കളയാൻ അവർക്ക് കഴിയാതെ പത്തിമടക്കിപ്പോയ അനുഭവങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്. ഞാൻ എന്റെ സ്നേഹനിധികളായ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഈമാനിന്റെ ഏറ്റവും വലിയ കവചം അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലൂടെയാണ്. അവിടെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയിൽ അതേ ദർസ് നടത്തിയ വലിയ മഹാനാണ് സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ലോകത്ത് 4 മദ്ഹബുകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധമായ ഒരു മദ്ഹബാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബ് എന്ന് പറയുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഗുരുവര്യരാണ്. അങ്ങനെ ധാരാളം മഹത്വങ്ങളുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടത്തോടുള്ള സ്നേഹം എത്രയാണ്, അവിടത്തോടുള്ള ബഹുമാനം എത്രയാണ്. പരിശുദ്ധമായ മദീനയിൽ താമസിക്കുമ്പോൾ മദീന പള്ളിയിൽ ദർസ് നടത്തുമ്പോ ഉമറിന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിച്ചുകൊണ്ട് മദീനയിലൂടെ സഞ്ചരിച്ചിട്ടില്ല പോൽ അവിടുത്തെ ബഹുമാനത്തിന്റെ ആദരവിന്റെ അങ്ങേയറ്റത്തെ സാഹചര്യമാണ് അതിലൂടെ മനസ്സിലാക്കാനുള്ളത്. വാഹനപ്പുറത്ത് കയറിയിട്ട് പരിശുദ്ധമായ തിരുമദീനയിലൂടെ യാത്ര പോയിട്ടില്ല. എന്തേ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്ര ചെയ്ത മണ്ണില്, നബിതങ്ങൾ ചവിട്ടിയ സ്ഥലം, നബിതങ്ങൾ വിശ്രമിച്ച ഭാഗങ്ങള്, നബിതങ്ങൾ ഇരുന്ന സ്ഥലങ്ങള് എല്ലാം വിശുദ്ധമായ മദീനയിലുണ്ട്. പരിശുദ്ധമായ മദീനയുടെ ഓരോ മണൽത്തരികൾക്കും ചരിത്രം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ആ രീതിയിൽ മദീന പരിസരത്ത് നടന്നിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. വാഹനപ്പുറത്ത് മഹത്വമാണ്, ബഹുമാനമാണ് ഇതിലൂടെ മനസ്സിലാക്കാനുള്ളത്. എത്രത്തോളം പരിശുദ്ധമായ മദീനയിൽ, മദീന പള്ളിയിൽ ഹബീബായ നബിതങ്ങളുടെ തിരു റൗളയിൽ, റൗളാ ശരീഫിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദർസ് നടത്തുന്ന സമയത്ത് വലിയ വലിയ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലുള്ള പ്രഗൽഭരും പ്രശസ്തരുമായ പണ്ഡിതന്മാർ അവരാണ് ശിഷ്യന്മാരായിട്ടുള്ളത്. ആ ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയാൽ തിരുറൗളയിൽ നിന്ന് പ്രത്യേകമായ പ്രകാശം കിതാബിന്റെ ഭാഗത്തേക്ക് അടിച്ചു വീശുന്നു. ആ പ്രകാശത്തിലൂടെയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നത് എന്ന് മാത്രമല്ല, മഹാനവറുകൾ ഇരിക്കുമ്പോൾ ഒരു അചേതന വസ്തുവിനെ പോലെയായിട്ടാണ് ഇരുത്തം. ഒരു പ്രാവ് വന്ന് അവിടുത്തെ തലയെക്കെട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു കിളി വന്നിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാവോ കിളിയോ പാറിപ്പോകാത്തൊരു സാഹചര്യമാണ്. കാരണം ഇരിക്കുന്നത് എവിടെയാണ്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ തിരുറൗളയുടെ പരിസരത്താണ്. ആ പരിസരത്ത് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായ രീതിയിൽ അദബുകളും ബഹുമാനങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മഹബത്ത്
പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതാ മഹബത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരിണമിച്ചിരിക്കുകയാണ്. എത്രത്തോളം ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ പോലും ഹബീബിനോടുള്ള മഹബത്താണ് അവിടുത്തെ ജീവിതത്തിൽ കാണുന്നത്. ഹുസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് വ്യക്തമായ മാതൃക ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലുണ്ട്. വ്യക്തമായ മാതൃകയുണ്ട്. തൊഴിലാളിയെ എങ്ങനെയാണ് പോറ്റി വളർത്തേണ്ടത്, മുതലാളിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സാധുക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ട് സമുദായത്തിൽ വലിയവരോടും ചെറിയവരോടും പ്രായം കൂടിയവരോടും പ്രായം കുറഞ്ഞവരോടും എന്ന് വേണ്ട വാപ്പയോട് ഉമ്മയോട് ഭാര്യയോട് മക്കളോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എല്ലാം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൃഗങ്ങളോട് ഏത് രീതിയിൽ പെരുമാറണം. അതുകൊണ്ടല്ലേ ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുന്ന വഴിയിൽ സുബ്ഹാനല്ലാഹ് ഒരു മൃഗത്തിനെ ഒരാളെ പിടിച്ച് കൂട്ടിലിട്ട് വെച്ചപ്പോൾ ആ മൃഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതി പറയുകയാണ്, ആവലാതി പറയുകയാണ്. ആ മൃഗത്തിനെ ഒരു കാട്ടറബി പിടിച്ചെടുത്തുകൊണ്ട് ആ മൃഗത്തിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മൃഗത്തിനെ തുറന്നു കൊടുത്തിട്ട് ഹബീബായ നബി തങ്ങൾ ആ സ്ഥാനത്ത് കയറിയിരുന്നത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്ന് വേണ്ട മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ, നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ നബി തങ്ങളെ എപ്പോഴും ചീത്ത വിളിച്ചിരുന്ന, കാർക്കിച്ച് തുപ്പിക്കളഞ്ഞിരുന്ന ഒരു വൃത്തികെട്ട പെണ്ണ് 1-2 ദിവസങ്ങൾ അങ്ങനെ കാണുന്നില്ല. അന്വേഷണം നടത്തുന്നു, എവിടെ പോയി ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ. സ്വഹാബിമാര് പറഞ്ഞു, നബി ആ പെണ്ണ് രോഗിയായി കിടക്കുന്നു. ഹബീബായ നബി തങ്ങൾ ലോകത്തിന് സന്മാർഗമാണ്, ലോകത്തിന് അനുഗ്രഹമാണ്, എല്ലാവർക്കും അനുഗ്രഹമാണ്. നബി തങ്ങൾ അന്വേഷണം നടത്തി രോഗിയായിട്ട് നബി തങ്ങളെ ശത്രുവായിട്ട് മാറിയ ആ സഹോദരിയെ സന്ദർശിക്കാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ പോയത് ചരിത്രത്തിൽ കാണാം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു മങ്കൂസ് മൗലിദ് ഓതല് മാത്രമല്ല, ഒരു ഷറഫല്ലനാമ് മൗലിദ് ഓതല് മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിന്റെ 63 കൊല്ലക്കാലത്തെ ദർശനങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത് ഹബീബിന്റെ ആ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കലാണ്. അതുകൊണ്ട് തന്നെ മൗലിദ് എന്ന് പറയുന്നത് അത് അറബിയാവട്ടെ മലയാളമാവട്ടെ ഏത് ഭാഷയിലാവട്ടെ ഭാഷ അതിന് പ്രശ്നമില്ല. നബിതങ്ങളുടെ മദ്ഹ് പറയുന്നത് ആദരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നാൽ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് പറയുന്നത് കാണാൻ, അള്ളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ജന്മദിനം ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട വിശ്വാസികളെ, റബീഉൽ അവ്വൽ മാസം നമ്മളെ ഖൽബിന്റെ വസന്തത്തിന് കാരണമായി മാറേണ്ടതുണ്ട്. നമ്മുടെ ഈമാനിന്റെ ആവേശത്തിന് കാരണമായി മാറേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ നമ്മളിൽ നിലനിർത്തുന്നത്, നമ്മളെ സമുദായത്തിൽ നിലനിർത്തുന്നത് അത് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടാവണം. ആ മഹബത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു മദ്രസ മംബഉൽ ഹുദ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം അൽഹംദുലില്ലാഹ് വർഷം തോറും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംരംഭം നമ്മളെ വിദ്യാർത്ഥികളെ കൊണ്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ പാട്ടുകളും പ്രസംഗങ്ങളും മറ്റ് പ്രകീർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യം കൊണ്ട് ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോവികാരങ്ങളെ വേർതിരിച്ച് പരിഹാരത്തിന്റെ പറുദീസ വിരിച്ച പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495-ാം ജന്മദിന വേദിയിൽ അടുത്തതായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു ആദിൽ അമാൻ ഒരു ഗാനവുമായി. അസ്സലാമു അലൈക്കും. ആറ്റലായ തേനിലാവ് ആരംഭപ്പൂവായ മുത്ത് ആമിന തൻ തേൻ കനിയായി വന്ന് നൂറുള്ള മക്കയിലൂദിച്ച നൂറ് സ്നേഹം ചൊരിയും തേനിലാവ് ആലമിൽ അറിവ് പകർന്ന് വന്ന് റസൂല്
വന്ന് റസൂല് ആറ്റരായ തേനിലാവ് ആരംഭപ്പൂവായ മുത്ത് ആമിനാത്തൻ തേൻ കനിയായി വന്ന് നൂറുള്ള സത്യദീനിൽ മാർഗം കാട്ടി ആലമാകെ നന്മയോതി അറിവ് നൽകും പാത കാട്ടി തോഹ വന്നല്ലോ ആറ്റലായ തേനിലാവ് ആരംഭപ്പൂവായ മുത്ത് ആമിനാത്തൻ തേൻ കനിയായി വന്ന് നൂറുള്ള അസ്സലാമു അലൈക്കും. സയ്യിദ് സൗബാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്. ജന്മമിതിൽ അണയാനാവോരെ ഇവരോനരീഫ്. ആണ്ടുകളായിരമുന്നെ പിറത്താൻ ഭാഗ്യം നാളെ തന്നില്ല. ആതിരവട്ടം പൂകും വചനം ഇതുവരെ കനവിൽ കണ്ടില്ല. അശ്റത്തുൽ മുബശ്ശിറെല്ലാം അസ്ഹാബുൽ കണ്ണികളെല്ലാം എന്തിനും അനുരാഗം അവദാനം പാടുന്നു മദ്ഹോതുന്നു. എരിയും നെഞ്ചിന്നോവെല്ലാം താറഹ നെഞ്ചിന്നോവെല്ലാം തീർത്താറഹ. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്. ജന്മമെതിൽ അണയാനാവോരെ ഇവരോനരീഫ്. ആണ്ടുകളായിരമുന്നെ പിറത്താൻ ഭാഗ്യം നാളൻ തന്നില്ല. ആതിരവട്ടം പൂകും വചനം ഇതുവരെ കനവിൽ കണ്ടില്ല. അശ്റത്തുൽ മുബശ്ശിറെല്ലാം അസ്ഹാബുൽ കണ്ണികളെല്ലാം എന്തിനും അനുരാഗം അവദാനം പാടുന്നു മദ്ഹോതുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മുമ്പിലെത്തുന്നു മുഹമ്മദ് ഷാദീൻ മദ്ഹ് ഗാനവുമായി. അസ്സലാമു അലൈക്കും. നബിയേ എൻ്റെ മുത്ത് നബിയേ, തണലേ മഹ്ശറയിലെ തണലേ. നബിയേ എൻ്റെ മുത്ത് നബിയേ, തണലേ മഹ്ശറയിലെ തണലേ. നിർവഹിക്ക് താജരാം നബിയേ, നിർന്നിടാം സലാമുകളാം സഫിയേ. നിർവഹിക്ക് താജരാം നബിയേ, നിർന്നിടാം സലാമുകളാം സഫിയേ. അങ്ങ് വന്നില്ലെങ്കിൽ ലോകത്തിനർത്ഥമൊന്നുമില്ല. അഖില സൃഷ്ടിജാലകങ്ങൾ അതൊക്കെ വൃത്തമല്ല. അങ്ങ് ചൊല്ലി തന്ന വാക്കിനൊന്നും പകരമില്ല. അഷ്റഫുൽ ഖൽഖത്ത സൃഷ്ടി മണ്ണിൽ വന്നിട്ടില്ല. ഇവിടെ നൂറിൻ പ്രതാപൂരം, ഇരുളിൻ ദീൻ ഇസ്ലാം സാരം. എങ്ങുമേ ഖുർആനിൻ പ്രകാശം, എല്ലാം റബ്ബരുളിയ പാശം. നബിയേ എൻ്റെ മുത്ത് നബിയേ, തണലേ മഹ്ശറയിലെ തണലേ. മശരിക്കിന്റെ സൂര്യ തേജസാണെന്റെ റസൂല്, മണ്ണും വെണ്ണും അതിൽ പതിക്ക് സ്നേഹരാം ഹബീബ്. മശരിക്കിന്റെ സൂര്യ തേജസാണെന്റെ റസൂല്, മണ്ണും വെണ്ണും അതിൽ പതിക്ക് സ്നേഹരാം ഹബീബ്. എൻ്റെ മുഹബ്ബത്തിൻ നബിയെ നിർവചനം ഒന്ന് എന്ന് കാട്ടി തീർത്തു തരും എൻ്റെ മുറാദൊന്ന്. നബിയെ എൻ്റെ മുത്ത് നബിയേ, തണലേ മഹ്ശറയിലെ തണലേ. നബിയേ എൻ്റെ മുത്ത് നബിയേ, തണലേ മഹ്ശറയിലെ തണലേ. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മുമ്പിലെത്തുന്നു
ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി അമാൻ ഒരു ഗാനവുമായി. നല്ലത് പറയുക കുട്ടികളെ, നല്ലത് ചെയ്യുക കുട്ടികളെ, സത്യം പറയുക കുട്ടികളെ, സ്വർഗം നേടുക കുട്ടികളെ, കള്ളം പറയും കുട്ടികളെ, ചങ്ങാതിയായി കൂടരുത്, നുണ പറയുന്ന തെറ്റല്ലേ, നരക കൊണ്ടു പോവില്ലേ. അസ്സലാമലൈക്കും. അടുത്തതായി സയ്യിദ് സഫ്വാൻ ഒരു നല്ല ഗാനവുമായി. മുത്ത് റസൂല് ത്വയ്ബയിലണയ നാശകള് സുബ്ഹാനെ പുണ്യമദീനെ ഹബീബിനെ കാണാൻ കൊതിയേറെ. അസ്സലാമലൈക്കും. 2020 ഒരു കൊച്ചു പ്രസംഗവുമായി ഒരു കൊച്ചു വിദ്യാർത്ഥി മുഹമ്മദ് ഷബാസ്. ഈ വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇവിടെ നിന്ന് പാട്ടും പ്രസംഗവും കേട്ടില്ലേ? എൻ്റെ പ്രസംഗം കൂടി കേട്ടോളൂ. ശുദ്ധിക്ക് ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിച്ചു. ശുദ്ധി വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു. വഴികളിലും പഴം കായ്ക്കുന്ന മരച്ചുവട്ടിലും മലമൂത്രം വിസർജനം പാടില്ലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതായി ഒരു നന്മയുമില്ല, വിലക്കാത്തതായി ഒരു തിന്മയുമില്ല. വരൂ, നന്മകൾ നട്ടുപിടിപ്പിക്കാം, നമുക്കും ആ നബിയിലേക്ക് പോകാം. ഇത്ര പറഞ്ഞ എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിരത്തട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഹാത്തിബ് തങ്ങൾ. അസ്സലാമു അലൈക്കും. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങും മണിമുത്ത് നൂറുള്ളവേ, കരയുന്ന കൽബാനി ഒരു സ്നേഹി പാടുന്നു, കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. പാപഭാരങ്ങൾ തേനിയാൻ ദുനിയാവ് വിങ്ങുന്നു യാ റസൂലേ, പരിവർത്തനത്തിനായി പരിഹാര ദീപമേ തേങ്ങുന്നു യാ നസീബേ, തേങ്ങുന്നു യാ നസീബേ. ഫിദാക അബി ഉമ്മി യാ റസൂലല്ലാഹ്, ഫിദാക അബി ഉമ്മി യാ റസൂലല്ലാഹ്, ഉൻദുർ ഹാലനാ യാ നസീബല്ലാഹ്, ഉൻദുർ ഹാലനാ യാ നസീബല്ലാഹ്. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളവേ, കരയുന്ന കൽബാനി ഒരു സ്നേഹി പാടുന്നു, കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. അസ്സലാമു അലൈക്കും. 2020 അടുത്തതായി ഫാരിദ് നുഅ്മാൻ മദ്ഹ് പ്രസംഗവുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം. വിശുദ്ധ റമദാനിലെ 27 പ്രഭാതത്തിൽ ഒരു കുട്ടി തൻ്റെ പിതാവിൻ്റെ കബറിടത്തിൽ ഖുർആൻ ഓതുകയായിരുന്നു. പെട്ടെന്ന് പിതാവിൻ്റെ തൊട്ടടുത്ത കബറിൻ്റെ അകത്തുനിന്ന് അതിഭയാനകരമായ ശബ്ദം കേട്ടു. കുട്ടി തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇത് കബറിൽ നടക്കുന്ന ശിക്ഷയാണെന്ന്. കുട്ടി അവിടെ നിന്നും പോയി. ആരുടേതാണ് ഈ കബർ? എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? കുട്ടിയുടെ മനസ്സ് തേങ്ങി. കുട്ടി അവിടെ നിന്നും പോയി. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പലരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല സ്വഭാവം, 5 വക്ത് നിസ്കരിക്കുന്ന ആൾ, ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആൾ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമ. പക്ഷേ അയാളൊരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ്സിൽ പലിശ വാങ്ങുന്ന ആളായിരുന്നു. അയാളുടെ ബിസിനസ്സിൽ പലിശ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ട് നോക്കൂ കൂട്ടുകാരെ, 5 വക്ത് നിസ്കരിച്ചിട്ടും ജമാഅത്തിൽ പങ്കെടുത്തിട്ടും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടും അയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നാം എല്ലാം പലിശ ഇടപാട് സൂക്ഷിക്കേണ്ടതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ അവസാന പ്രസംഗത്തിൽ പലിശയെ മുൻനിർത്തിയാണ് പറഞ്ഞത്. അതുകൊണ്ട് നാമെല്ലാം ഈ നബിദിന ദിനത്തിൽ പലിശയുടെ ഇടപാട് നിങ്ങൾ തിരുത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി 1ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് മുഫ്ലിഹ്. അസ്സലാമലൈക്കും. മക്ക എന്നൊരു നാടുണ്ട്, കാണാൻ പൂതി പെരുത്തുണ്ട്. കഅബ മക്കയിലാണല്ലോ, നമ്മളെ ഖിബ്ലയാണല്ലോ. അസ്സലാമലൈക്കും. ഫിയസ്ത 2020. നെക്സ്റ്റ് മുഹമ്മദ് യാസീൻ ആൻഡ് പാർട്ടി സംഘഗാനം. അസ്സലാമു അലൈക്കും. മദീനത്ത് മയങ്ങുന്ന മരുതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക, സലാം അലൈക. മനസകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മെഹമൂദ് റസൂലെ സലാം അലൈക, സലാം അലൈക. മദീനത്ത് 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 മയങ്ങുന്ന മരുതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക, സലാം അലൈക. മനസകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മെഹമൂദ് റസൂലെ സലാം അലൈക, റസൂലെ സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി ഫിദാക യാ നസീബല്ലാഹ്. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി ഫിദാക യാ നസീബല്ലാഹ്. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക, സലാം അലൈക. മനസകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മെഹമൂദ് റസൂലെ സലാം അലൈക, റസൂലെ സലാം അലൈക. അകല ത്വയ്ബ ദിക്കിലൊന്ന് അണിയായി കൊതിച്ചു ഞാൻ, അരികിലെത്തി മുത്തിൻ സലാം ഓതിടാൻ നിനച്ചു ഞാൻ. അകല ത്വയ്ബ ദിക്കിലൊന്ന് അണിയായി കൊതിച്ചു ഞാൻ, അരികിലെത്തി മുത്തിൻ സലാം ഓതിടാൻ നിനച്ചു ഞാൻ. ആഗ്രഹങ്ങളാ മണ്ണിലേക്കൊഴുക്കി ഞാൻ, ആഹാരം പിടിച്ചു കൂടെ ഖാദിമാകും ഞാൻ. ആഗ്രഹങ്ങളാ മണ്ണിലേക്കൊഴുക്കി ഞാൻ, ആകാരം പിടിച്ചു കൂടെ ഖാദിമാകും ഞാൻ. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക, സലാം അലൈക. മനസകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മെഹമൂദ് റസൂലെ സലാം അലൈക, റസൂലെ സലാം അലൈക. ബിമദീന ബിമദദ് മുത്ത് മുഹമ്മദ്, ഹുദിപതി മദീനയിൽ അണയാനിവരിൽ പാടി തേടിലും പുലരെ. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക, സലാം അലൈക. മനസകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മെഹമൂദ് റസൂലെ സലാം അലൈക, റസൂലെ സലാം അലൈക. അകലെ പാറും കിളികളിത്ര കണ്ടു തിരുറൗളയിൽ, അവിടെ വീശും തെന്നലും കയുകിടും പൂപ്പയെ. അകലെ പാറും കിളികളിത്ര കണ്ടു തിരുറൗളയിൽ, അവിടെ വീശും തെന്നലും കയുകിടും പൂപ്പയെ. ആ തിരുത്തേഹം തണലാം ജീവിതമകിലം, ആറ്റിൽ റസൂലിന്റെ ശഫാഅത്ത് അഭയം. ആ തിരുദേഹം തണലാം ജീവിതമകിലം, ആറ്റിൽ റസൂലിന്റെ ശഫാഅത്ത് അഭയം. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക, സലാം അലൈക. മനസകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മെഹമൂദ് റസൂലെ സലാം അലൈക,
അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മുമ്പിലെത്തുന്നു മുഹമ്മദ് റബീഅ നല്ല ഒരു ഗാനവുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന. മോഹം മദീന മെഹബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന. ആശ ചൊല്ലി മോഹം പാടി വന്നേ പാപരൻ, ആശിക്കീങ്ങൾ കൂടെ ചേർന്നിടാൻ നീ ആശ്രിതൻ. ആശ ചൊല്ലി മോഹം പാടി വന്നേ പാപരൻ, ആശിക്കീങ്ങൾ കൂടെ ചേർന്നിടാനേ ആശ്രിതൻ. കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ, കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആസ്വരം കേൾക്കാത്ത കാതെന്തിനാ. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആസ്വരം കേൾക്കാത്ത കാതെന്തിനാ. തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ. തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ. കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ, കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ഒരു കൊച്ചു ഗാനവുമായി മുഹമ്മദ് ഷബാസ്. നീലത് വന്നാണല്ല മൗലിദ് ശിനു എന്നു പരാഗെ പുണർബീന് മറ് അബ പാടിയിരുന്ന് ശത്തിരി ശോമണി മുത്തറസൂലുള്ള ജമ കൊണ്ടുള്ള സമിതാശറുള്ള വലിതാ. നീലത് വന്നാണല്ല മൗലിദ് ശിനു എന്നു പരാഗെ പുണർബീന് മറ് അബ പാടിയിരുന്ന്. അസ്സലാമു അലൈക്കും. അടുത്തതായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു ആദിൽ അമാൻ ഒരു കൊച്ചു പ്രസംഗവുമായി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. മദീനയുടെ രാജകുമാരൻ, നമ്മുടെ കരളിൻ്റെ കരളായ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബിയുടെ ജന്മദിനമായ പുണ്യ റബീ മാസത്തിനാണല്ലോ ഇപ്പോൾ ഞാനും നിങ്ങളും ഉള്ളത്. മുത്തുനബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിയും മദ്ഹ് പാടിയും ഈ മാസത്തെ നമുക്ക് വരവേൽക്കാം. മുത്തുനബി എല്ലാവരോടും നല്ല സ്നേഹത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. മുത്തുനബിക്ക് കുട്ടികളോട് വലിയ സ്നേഹം കരുതലുമായിരുന്നു. ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ നബിയുടെ ചുമലിൽ കയറി കളിക്കുമായിരുന്നു. കുട്ടികൾ വീഴുമോ എന്ന് കരുതി കുറേ നേരം സുജൂദിൽ തന്നെ കിടന്നിട്ടുണ്ട്. യതീമക്കളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ ലാളിക്കരുത് എന്ന് പറഞ്ഞ പുണ്യപൂമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു. ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്നാണ് വിളിച്ചിരുന്നത്. മുത്തുനബിക്ക് ഉമ്മത്ത് എന്ന് വെച്ചാൽ ജീവനായിരുന്നു. വഫാത്തിൻ്റെ നേരത്തെ എൻ്റെ ഉമ്മത്ത് എന്ന് വിളിച്ചായിരുന്നു കരഞ്ഞത്. വഫാത്തിൻ്റെ നേരത്തെ മരിക്കുന്നതിന് മുമ്പായി റൗള ഷരീഫ് കാണാനും മുത്തുനബിയോട് സലാം പറയാനും
നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മുഹമ്മദ് യാസീൻ പ്രസംഗം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഒരു ദിവസം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടൊപ്പം ഖബറാളികളുടെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. നബി തങ്ങൾ അടുത്തുള്ള 2 ഖബറുകളിൽ ചൂണ്ടി പറഞ്ഞു, ഇവർ ശിക്ഷിക്കപ്പെടുകയാണെന്ന്. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇവരെന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവരിൽ ഒരാൾ യക്ഷണിക്കാരും മറ്റൊരാൾ മൂത്രശുദ്ധി വരുത്താത്തയാളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പച്ചയായ ഒരു കൊമ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കഷ്ണമായി മുറിച്ച് കബറിടങ്ങളിൽ കുത്തി. ആ പച്ചയായ കൊമ്പ് പച്ചയായി നിൽക്കുന്ന കാലത്തോളം മയ്യത്തിന് തസ്ബീഹ് ചൊല്ലി ഇവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി തീരും. ശുദ്ധിയും പ്രാധാന്യവും അവിടെ എടുത്തു കാട്ടാനാണ് ഞാൻ ഇത് ഇവിടെ പറഞ്ഞതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു. ശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നത്. ഈ പ്രസ്താവനയിലൂടെ ശുദ്ധിയില്ലാത്തവരെ ഞാൻ ഏറ്റെടുക്കില്ലെന്നല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ദന്തശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകി. ദന്തശുദ്ധീകരണവും വായ ശുദ്ധിയാക്കുന്നതും അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. ഒരാളുടെ വസ്ത്രം, ശരീരം, പരിസരം എന്നിവ എപ്പോഴും ശുദ്ധിയായിരിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളുടെ വസ്ത്രം ശുദ്ധിയായാൽ അയാളുടെ മനസ്സിന്റെ പ്രയാസം കുറയും. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവന് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പലപ്പോഴും വീടും വസ്ത്രവും പരിസരവും വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ടാണ് പല മഹാമാരികളും പെയ്തിറങ്ങുന്നത്. ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കുക. മാലിന്യമുക്തരായി അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് മുഹമ്മദ് ഷാദീൻ മദ്ഹ് പ്രസംഗവുമായി. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ പറയുന്നതിന് വേണ്ടിയാണ്. എൻ്റെ നിങ്ങളുടെയും നേതാവായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാം വയസ്സിൽ നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞത്. സംഭവബഹുലമായ വിചിത്രത്തിന് നബി പ്രവാചക പരമ്പര അവസാനിച്ചു. ഹിജ്റ 11 സഫർ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായി. ആ രോഗം 13 ദിവസം നീണ്ടു നിന്നു. രോഗം കഠിനമായപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കഴിയാതെ വന്നപ്പോൾ പകരക്കാരനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാം നിയമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ജമാഅത്ത് നിസ്കാരം സഹാബകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കളുടെ സങ്കടം കണ്ടപ്പോൾ 2 പേരുടെ ചുമലിൽ കൈവച്ച് പള്ളിയിലേക്ക് പ്രവേശിച്ചു. അവസാനത്തെ പ്രഭാഷണത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കളോട് പറഞ്ഞു, ഞാൻ ആദ്യത്തിനായി മുമ്പേ പോകുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരേണ്ടതാണ്. നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം എൻ്റെ ഹൗളാണ്. ആരെങ്കിലും എന്നെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കയ്യും നാവും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ രോഗത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഹബീബിനെ സന്ദർശിക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ
ചുരുങ്ങിയ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് റബീഅ് പ്രസംഗം. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഓൺലൈൻ നബിദിന പരിപാടിയിലാണ്. ഞാൻ മക്ക വിജയത്തെക്കുറിച്ച് ഏതാനും ചില വരികൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായികളുമായി നിർഭയമായി മസ്ജിദുൽ ഹറമിൽ പോകുന്നതായി സ്വപ്നം കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായികളുമായി 1500 അനുയായികളുമായി മക്കയിലേക്ക് പോയി. മക്കയിൽ പോയപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി അൻഫാസ് ആൻഡ് യാസീൻ സംഘഗാനം. അസ്സലാമു അലൈക്കും. ആദരക്കണി മരം റസൂല ആസ്വരം തരും വരം ഹൈറം സബീല ആലമില്ലനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലംഘും ജമാല നബി 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 ഉലകിൽ സലാം സലാം നിലാവ നബി നബി ഉദവി കലാം കലാം പ്രഭാവ പ്രഭാമയം കിരണം പ്രപഞ്ചനം പ്രവാചക പൂവ ശോഭനം നിലാനം ആദരക്കണി മരം റസൂല ആസ്വരം തരുവരം ഹൈറം സബീല ആലമില്ലനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലംഘും ജമാല. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ഫാദി ഫർഹാൻ ആൻഡ് സഅദ്. അസ്സലാമു അലൈക്കും. മാസറബി സുദിനം അമ്പിളി മാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്ത് റസൂല് പിറന്നാളാണല്ലോ. പുത്തനൊടുപ്പുമെടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ ദഫിൻ താളത്തിൽ ഒത്തു കുസുമപ്പൂക്കൾ വിരിഞ്ഞല്ലോ. മാസറബീൻ സുദിനം അമ്പിളി മാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്ത് റസൂല് പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തിയെറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിന് വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തിയെറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിന് വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. മാസറബീൻ സുദിനം അമ്പിളി മാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്ത് റസൂല് പിറന്നാളാണല്ലോ. അസ്സലാമു അലൈക്കും. മിസ്ഹബ്. അസ്സലാമു അലൈക്കും. പ്രാണനാം പ്രഭുവേ പ്രവാചകരെ ഗുരുവേ പ്രതീക്ഷയാം പ്രിയരെ പ്രകാശമയം നബിയേ. പ്രാണനാം പ്രഭുവേ പ്രവാചകരെ ഗുരുവേ പ്രതീക്ഷയാം പ്രിയരെ പ്രകാശമയം നബിയെ. അലത്തിനലങ്കാരം അലമുൽഹുദതാരം അലിവിൻ മലർഹാരം അല നബി സലാം. സുവർഗത്തിൻ്റെ സുഹൃതഭവിൽ സുബ്ഹാനോട് ഒരുമിച്ച് കുറിച്ച നാമം. സുവർഗത്തിൻ്റെ സുഹൃതഭവിൽ സുബ്ഹാനോട് ഒരുമിച്ച് കുറിച്ച നാമം. പ്രാണനാം പ്രഭുവേ പ്രവാചകരെ ഗുരുവേ പ്രതീക്ഷയാം പ്രിയരെ അലംബ മധുപാത്രം അതിൻ്റെ നബി മാത്രം അവിടെ കാണാൻ നേത്രം അല നബി സലാം. തരുൾ വദനം തരും വദനം കരൾ കാവിനകം ശിവച്ചൊരിനണയും. പ്രാണനാം പ്രഭുവേ പ്രവാചകരെ ഗുരുവേ പ്രതീക്ഷയാം പ്രിയരെ പ്രകാശമയം നബിയെ. അസ്സലാമു അലൈക്കും. ദിൽഷാദ് ഒരു ഗാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അതിയോനാദരിത്ത റസൂല് അവരുടെ ചെയ്തികളിൽ എന്തൊരു ചേല് അറിവിനിറകുടമാം സ്നേഹനിലാവ് അഴകിൻ പൂത്തുലന്ന പൗർണ നിലാവ് മീകൾ താരകങ്ങൾ മൊയ്യും തേൻകടങ്ങൾ പറഞ്ഞാൽ തീരുമില്ലാലെങ്കും ചന്തങ്ങൾ അയറുൽ ബറാം നബിയാം പാറുന്ന കൺമണിയാം അയകിൻ ലോകത്തിൻ്റെ ആദ്യ നിധിയാം അതിയോനാദരിത്ത റസൂല് അവരുടെ ചെയ്തികളിൽ എന്തൊരു ചേല് അറിവിനിറകുടമാം സ്നേഹനിലാവ് അഴകിൻ പൂത്തുലന്ന അകലെ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഇർഷാൻ. അസ്സലാമു അലൈക്കും. മുത്തായ മുത്തീനെ മുത്തി മണക്കുവാൻ മുത്തീനോടെൻ്റെ സലാമൊന്നു ചെല്ലുവാൻ മലക്കുൽ മൗത്തിന്റെ റൂഹ് പിടിക്കും മുൻ മനസ്സുള്ളിൽ മാം നീ റവേറ്റിത്ത അല്ലാ. മുത്തായ മുത്തീനെ മുത്തി മണക്കുവാൻ മുത്തീനോടെൻ്റെ സലാമൊന്നു ചെല്ലുവാൻ ഷെരീഫിൻ്റെ ചാരേ പിറന്നില്ല റയാം സുഗന്ധം വീശും തന്നേരറ്റില്ല കനവിൽ കണ്ടില്ലേലും കൽബിൽ മുഖമില്ലേ കാരുണ്യം തീർത്തുള്ള നേതാവും നബിയല്ലേ. മുത്തായ മുത്തീനെ മുത്തി മണക്കുവാൻ മുത്തീനോടെൻ്റെ സലാമൊന്നു ചൊല്ലുവാൻ മലക്കുൽ മൗത്തിന്റെ റൂഹ് പിടിക്കും മുൻ മനസ്സുള്ളിൽ മാം നീ റവേറ്റിത്ത അല്ലാ. അസ്സലാമു അലൈക്കും. ഇർഫാൻ. അസ്സലാമു അലൈക്കും. ആകാശത്തിനൊരമ്പിളിയാണോ ആഴക്കടലിൽ മുത്തുകളാണോ താമരയോ റസൂലുള്ള വൈദ്യൂരിക്കും നിലമഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിനൊരമ്പിളിയാണോ ആഴക്കടലിൽ മുത്തുകളാണോ ആമ്പൽ താമരയോ റസൂലുള്ള അർദ്ധിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. മരുഭൂമി മരിപ്പിച്ച വിരിച്ച പൂവേ മണിമക്കത്തതേത്തൽ അതിശയ ജീവേ മരുഭൂമി മരിപ്പിച്ച വിരിച്ച ജീവേ മണിമക്കത്തതേത്തൽ അതിശയ ജീവേ. ആശിച്ചാരാശാപൂക്കളെ റസൂലുള്ള ആരും കൊതിക്കും തന്നലോ ആരും കൊതിക്കും തന്നലോ. ആകാശത്തിനൊരമ്പിളിയാണോ ആലക്കടലിലെ മുത്തുകളാണോ ആമ്പൽ താമരയോ റസൂലുള്ള ഐദ്യോരിക്കും നിലമഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. ബദറിനെ പുലർത്തിയ ബദർ നബിയെ ബദറിലും ഓതിലും തിളങ്ങിയ മതിയെ ബദറിലും പുലർത്തിയ ബദർ നബിയെ ബദറിലും ഓതിലും ബദർ നബിയെ ബദറിലും ഊതിലും തിളങ്ങിയ മതിയെ. ആശിച്ചരാശാപൂക്കളോ റസൂലുള്ള ആനന്ദമേറും തന്നലോ ഹബീബുള്ള ആനന്ദമേറും തന്നലോ ആനന്ദമേറും തന്നലോ. ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ റസൂലുള്ള ഐദ്യോരിക്കും നിലമഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. അസ്സലാമു അലൈക്കും.
സവാദ്. അസ്സലാമു അലൈക്കും. മഷഹൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമനീയ റൗള ശരീഫിൽ പൊലിവായുറങ്ങും നിലാവേ, പൊലിവായുറങ്ങും നിലാവേ, മഴവില്ലിൻ മൊഞ്ചതുമായി ജ്വലിക്കുന്ന വദനവുമായി മണ്ണിൽ പിറന്ന നിലാവേ, മണ്ണിൽ പിറന്ന നിലാവേ, മഷഹൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമനീയ റൗള ശരീഫിൽ പൊലിവായുറങ്ങും നിലാവേ, പൊലിവായുറങ്ങും നിലാവേ, ഷറഫേറും പൂനബിയാണ്, സ്നേഹത്തിൻ പൊൻകതിരാണ്, കാരുണ്യം കനിയും നിലാവേ, കാരുണ്യം കനിയും നിലാവേ, മഷഹൂറത്തേറിയ നാട്ടിൽ മഹാനീയമായൊരു വീട്ടിൽ കമനീയ റൗള ശരീഫിൽ പൊലിവായുറങ്ങും നിലാവേ, പൊലിവായുറങ്ങും നിലാവേ. റാഷിദ്. അസ്സലാമു അലൈക്കും. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ടേ, മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്ന് ചൊല്ലണ പൂതിയും പൂണ്ട്, മനം നീരി കരഞ്ഞോരെ മധുര സ്നേഹനുണഞ്ഞാരെ, മദദിനായൊരു മധുഹ് ഗാനം ഞാനുമൂരണ്ടേ, മധുരമാണെന്നറിഞ്ഞാരെ മദത് പലരും പറഞ്ഞാരെ, മഹബത്തിൻ അഹിലായിടാനൻ കൽബകമ്പിണ്ട്, തൊയ്ബമിനാരത്തിൻ ചിത്രങ്ങൾ മനൻ നിത്യം കീന കണവേ, തൊഹായി പാപത്തിൻ കനവിലൊരു ദിനം എത്തു ഞാൻ കാത്തിടവേ, മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്, മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്ന് ചെല്ലണ പൂതിയും പൂണ്ടേ, തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാവമാണ്, പാപമേറിയ ജീവിത വ്യത തീർത്ത മനമാണ്, പാട്ടുപാടാനിഷ്ടമാണ് പാടിയത് ഞാൻ അങ്ങെയാണ്, പാൽനിലാ നബി തിങ്കളെന്നെ നോക്കിടാനാണ്, ശാന്തി പൂക്കും നാട്ടിലങ്ങ് തിളങ്ങിടുന്ന മദീന മണ്ണിൽ, ശാന്തി പൂക്കും നാട്ടിലങ്ങ് തിളങ്ങിടുന്ന മദീന മണ്ണിൽ, കണ്ടിടാൻ കൊതിയേറെയാണ് പണ്ട് മുതലേ പൂതിയാണ്, വിണ്ടുകീറിയ കൽബിൽ പലരും കണ്ട കഥയാണ്, മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്, മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിൽ ചൊല്ലണ പൂതിയും പൂണ്ട്. ഉമ്മത്ത് അച്ഛന് പോവും മക്കത്തെത്താൻ കൊതിയാണ്, ബബ്ബ ഭാഗം തന്നിടണേ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് സ്വബീഹ് മധുഹ് ഗാനം. അസ്സലാമു അലൈക്കും. രണ്ട് ലോക ജയവൈ അബീബുന ഇണ്ട് നാനും സ്വലാത്ത് നൂറുന, രണ്ട് ലോക ജയവൈ അബീബുന ഇണ്ട് നാനും സ്വലാത്ത് സലാം നൂറുന, മന്നവൻ മണ്ണിലേക്കിയ സമ്മാനമേ മന്ദാസം തുളുമ്പും മതിമുഖമേ, മന്നവൻ മണ്ണിലേക്കിയ സമ്മാനമേ
മന്ദാസം തുളുമ്പും മതിമുഖമേ മുത്തുമാണിക്ക് കല്ലിനൊത്ത വാക്കുകൾ മുല്ല മന്ദാര ഗന്ധമുള്ള വീതികൾ മുത്തുമാണിക്ക് കല്ലിനൊത്ത വാക്കുകൾ മുല്ല മന്ദാര ഗന്ധമുള്ള വീതികൾ രണ്ട് ലോക ജയവായി അബീബുന വിണ്ടിനാനും സ്വലാത്തു സലാം നൂറുന സ്വർഗ സന്തോഷ സന്ദേശ ദൂതി നബി സ്വപ്ന സായോജം പോലെ ഉദിച്ചു നബി സ്വർഗ സന്തോഷ സന്ദേശ ദൂതി നബി സ്വപ്ന സായോജം പോലെ ഉദിച്ചു നബി സത്യസാരം സമാധാനം സാരം നിത്യാരം സഭിമാന പൂമരം സത്യസാരം സമാധാന സാരം നിത്യാരം സഭിമാന പൂമരം രണ്ട് ലോക ജയവായി അബീബുന വിണ്ടിനാനും സ്വലാത്തു സലാം നൂറുന സ്നേഹനൂലി ജമാലെ റസൂലെ നിധി സ്വപ്നമാലെ കുറിച്ചിട്ടലാലെ മതി സ്നേഹനൂലി ജമാലെ റസൂലെ നിധി ജമാലെ കുറിച്ചിട്ടലാലെ മതി അക്ക് ദീവം കടൽ മേലെ വാനിലും ഷൗക്ക് ദേഹം അടുത്തതന്ന് ആർച്ചിലും അക്ക് ദീവം കടൽ മേലെ വാനിലും ഷൗക്ക് ദേഹം അടുത്തതന്ന് ആർച്ചിലും രണ്ട് ലോക ജയവായി അബീബുന വിണ്ടിനാനും സലാത്തു സലാം നൂറുന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നൊരു നാടുണ്ട്, മക്കയിലെത്താൻ കൊതിയുണ്ട്, ഭാഗ്യം തരണം യാ അല്ലാ. കൽപ്പന ചിട്ടം കുടിക്കാൻ സയ്യുകൾ ചെയ്യാനും മേൽ കല്ലേറ അരവ മുസ്തലിഫ നിൽക്കാനും എൻ്റെ ഉപ്പാക്കും പൊന്നുമ്മാക്കും എല്ലാവർക്കും ഇത് അല്ലാ ശ്രമിക്കും. കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിയില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാം സമാപന വേദിയിലാണ് നാം ഉള്ളത്. ധാരാളം വിദ്യാർത്ഥികൾ, മദ്രസക്കകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ പരിപാടിയിൽ അണിചേർന്നു. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് പ്രാർത്ഥന നടത്തി തന്നു. ഉസ്താദ് അവർകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം ഈ രീതിയിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ച, സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. നമ്മുടെ മീഡിയ, അജ്മൽ സഖാഫി ഉസ്താദ് അടക്കമുള്ള ആളുകൾ, എല്ലാവർക്കും അല്ലാഹു തആല ഇതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മൗലിദ് സദസ്സ് കഴിഞ്ഞു. അതിൽ നമുക്ക് അന്നത്തിനും ഭക്ഷണ വിതരണത്തിനും വേണ്ടി സഹകരിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്കും കുട്ടികളുടെ സമ്മാന വിതരണത്തിലേക്കും മറ്റുമായി സഹായിച്ച ആളുകൾ, അല്ലാഹു തആല അവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല അവരെയും നമ്മെയുമൊക്കെ കരകയറ്റി, പ്രത്യേകിച്ചും ഈ മഹാമാരിയെ തൊട്ട് അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാത്തിഹ ഓതി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഉസ്താദ് അവറുകൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. أوصل الله بصواب ما قرأنا وما صليناه وما مدحناه إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم. اللهم إلى أرواح آبائه وإخوانه من الأنبياء والمرسلين. اللهم إلى حضرات السبع البدرين الوحديين وسائر الصحابة القرابة كلهم أجمعين رضوان الله تعالى عن كل واحد منهم أجمعين. اللهم إلى حضرات الصائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا من صغيرهم وكبيرهم من جنهم وإنسهم يا رب العالمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم مدنا بيدهم واحمنا بحمايتهم وانصرنا بنصرتهم واحفظنا بحفظهم يا خير الحافظين. اللهم بارك لنا في جميع أمورنا لا سيما في أمرنا هذا يا رب العالمين. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنها وضيق الشيء وعذاب الآخرة. اللهم إلى حضرات أمات من آبائنا وأمهاتنا وجدنا وجداتنا وعمامنا وعماتنا وخالنا وخالاتنا والسائر قارب الموتى كلهم أجمعين. اللهم بلغ منا إلى أرواحهم تحية وسلامة. اللهم اغفر لنا ولهم يا رب العالمين. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين الصديقين والشهداء الصالحين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعد تفرق معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. توفنا واهلنا مسلمين والحقنا وإياهم بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.